കുറച്ചധികം ദിവസമായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. അവിടെ നേരെ ഇറങ്ങി നമുക്ക് രാവിലെ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ തോട്ടപ്പള്ളി പടിഞ്ഞാറ് എവിടെയാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ പോകണ വഴിയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു ലക്ഷദ്വീപിൻ്റെയൊക്കെ ഒരു സെറ്റ് കിട്ടി. പിന്നെ നമ്മൾ ആ കസ്റ്റമറിനെയൊക്കെ കണ്ടുപിടിച്ച് അവർക്കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അവരുടെ ഭർത്താവ് എവിടെ ഗൾഫിലെങ്ങാണ്ടാണ്. അപ്പോഴത്തേക്കും നമുക്ക് അവർക്കൊരു സർപ്രൈസിങ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുക്കുകയാണ്. ആ ചേച്ചിയുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവർ നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ട് വിളിച്ച് ജസ്റ്റ് അതിലെ വഴി പോയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ടാണ് വന്നത്. എൻ്റെ കാര്യം വർക്ക് കൊടുത്തിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നടുവേനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ നേരെ ചേച്ചി പറഞ്ഞ് കല്യാണം കണ്ടിട്ടില്ല, നമുക്കത് കല്യാണി പോകാമെന്ന്. അങ്ങനെ എനിക്ക് മരുന്നും കൂടെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ കല്യാണി പോയപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് പേഴ്സൊക്കെ എടുക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. വലുതായിട്ട് ഇഷ്ടപ്പെട്ടതിന് നല്ല റേറ്റും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഉണ്ണിയുടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ട് നേരെ ഇറങ്ങി. വലുതായിട്ടൊന്നും നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല, ചുമ്മാ ഒന്ന് ജസ്റ്റ് കല്യാണമെങ്കിലും കണ്ടിട്ട് വരാമെന്നോ. ചേച്ചി ഓൾറെഡി കല്യാണം നിന്നിട്ടുള്ളതാണ്, ഇവിടുത്തെ അല്ലേ എറണാകുളത്ത്. അങ്ങനെ അവിടെ പോയി നിന്ന് നോക്കിയിട്ടൊക്കെ വന്ന് പിന്നെ നമ്മൾ SME പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. SME പോകാനാണെങ്കിൽ അവിടെയാണെങ്കിൽ പാർക്കിങ്ങിന് പോലും സ്ഥലമില്ല. SMEയിലൊക്കെ കയറി അവിടുത്തെ തിരക്കൊന്നും കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ വന്ന് ചേച്ചിക്ക് ധാവണിയൊക്കെ വാങ്ങിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് പറഞ്ഞ് കിട്ടിയിട്ട് ഉണ്ണി എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. വൈകിട്ടായിട്ട് വണ്ടിയൊക്കെ ശരിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്